ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പബ്ജി തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ പബ്ജിയുടെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതിനെല്ലാമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയും ചൈനയുമായിട്ടുണ്ടായ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണമാണ് ഇന്ത്യ പബ്ജി ഉൾപ്പെടെ 118 ചൈനീസ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. പബ്ജി ബാൻ ആയി പോയപ്പോഴും പബ്ജി കളിക്കുന്നവർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ പബ്ജി എന്ന് പറയുന്നത് പബ്ജിയുടെ PC വേർഷൻ ഇറക്കിയത് ഒരു കൊറിയൻ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ പബ്ജിക്ക് ആ ടെൻസൺ ഗെയിംസുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് മാറ്റിക്കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ചൈനീസ് അല്ലാത്ത ഒരു കമ്പനിയുമായിട്ട് കോൺട്രാക്ട് ഏർപ്പെടുത്തി അവർക്ക് വീണ്ടും ഇന്ത്യയിൽ പബ്ജി കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പബ്ജി കളിക്കുന്ന എല്ലാവർക്കും അതൊരു വിശ്വാസമാണ്, അതായത് പബ്ജി ഉടൻ തന്നെ തിരിച്ചു വരുമെന്നത്. അതിനുശേഷം പബ്ജി ജിയോ, എയർടെൽ, പേടിഎം അങ്ങനെ തുടങ്ങി പല കമ്പനികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ പബ്ജി വീണ്ടും ഒന്നുകൂടി ഇന്ത്യയിൽ ഇറക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അവസാനം പബ്ജി മൈക്രോസോഫ്റ്റിലെ അസ്യൂർ എന്ന് പറയുന്ന ഒരു ക്ലൗഡ് സർവീസുമായി ലിങ്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു കോൺട്രാക്ട് വെച്ചുകൊണ്ട് അവർ ഇന്ത്യയിൽ വീണ്ടും പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന പേരിൽ അവർ ഇറക്കാൻ തീരുമാനിച്ചു. അവർ ഇത്രയേറെ കഷ്ടപ്പെട്ട് ഇന്ത്യയിൽ വീണ്ടും പബ്ജി ഇറക്കാനുള്ള കാരണം എന്തെന്ന് പറയുകയാണെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്നത് പബ്ജിയുടെ ഒരു വലിയ മാർക്കറ്റ് ആയിരുന്നു. അതായത് ഇന്ത്യയിൽ പബ്ജിക്ക് ബാൻ വന്നതിന് ശേഷം അവർക്ക് എല്ലാ രീതിയിലും അവർക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായത്. അപ്പോൾ ആ നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ടത്. അതോടൊപ്പം ഈ പുതുതായിട്ട് വരാൻ പോകുന്ന പബ്ജി മൊബൈൽ ഇന്ത്യയിൽ അവർ ഒരുപാട് കസ്റ്റമൈസേഷൻ വരുന്നുണ്ടെന്നാണ് കേട്ടത്. അതായത് നമ്മളുടെ ഇന്ത്യക്ക് വേണ്ടി ഒരു പുതിയ ഗെയിം, അതായത് പബ്ജി തന്നെ എന്നാൽ ഒരു നല്ലപോലെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, അതായത് ഇന്ത്യക്ക് വേണ്ടി പബ്ജി ഒന്നുകൂടി പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന പേരിൽ ഒരുപാട് കസ്റ്റമൈസേഷൻസ് എല്ലാം കൊണ്ട് വീണ്ടും ഒന്നുകൂടി വരാൻ പോവുകയാണ്. ഇനി ഇന്ത്യയിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ടും പബ്ജി 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യുകയുണ്ടായി. അതായത് പബ്ജി ഇന്ത്യയിൽ 100 മില്യന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പബ്ജി ഇന്ത്യയിൽ ഒരു ഓഫീസ് തുടങ്ങാൻ തീരുമാനിച്ചു. അതായത് ഒരു 100 എംപ്ലോയീസ് എങ്കിലും അടങ്ങിയ ഒരു കൊച്ചു ഓഫീസ് അവർ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ തുടങ്ങുകയാണ്. അതായത് ഇന്ത്യയിലെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു നല്ല സർവീസ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഓഫീസ് തുടങ്ങാൻ തീരുമാനിച്ചത്. അതോടൊപ്പം അവർ ഈ നിക്ഷേപിക്കാൻ പോകുന്ന 100 മില്യൺ എന്ന് പറയുന്നത് അവർക്ക് ഇന്ത്യയിൽ ഒരു സ്ഥാനം വീണ്ടും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ പബ്ജി ചെയ്യും എന്ന് പറഞ്ഞിട്ട് പോലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് ഇപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു റിപ്ലൈ വന്നിട്ടില്ല. അതായത് ഗവൺമെന്റ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് അവർ പബ്ജി മൊബൈൽ ഇന്ത്യ ഗെയിം അവർ ഒന്നുകൂടി നിരീക്ഷിക്കും. അതോടൊപ്പം ആ ഗെയിമിന്റെ പോളിസികളും കാര്യങ്ങളും എല്ലാം അവർ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആ ഗെയിം നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് യാതൊരുവിധ വീഴ്ചയും ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അവർ ആ ഗെയിമിന്റെ ബാൻ മാറ്റൂ എന്നാണ് അവർ ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. ഇനി പബ്ജി മൊബൈലിൽ നിന്നും പബ്ജി മൊബൈൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഏതൊക്കെയെന്ന് പറയുകയാണെങ്കിൽ, അതിൽ ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ, അതായത് ഗ്ലോബൽ വേർഷനിൽ നമ്മൾ കണ്ട പോലത്തെ സ്കിന്നോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സോ ഒന്നും ആയിരിക്കില്ല നമുക്ക് ഈ പബ്ജി മൊബൈൽ ഇന്ത്യയിൽ ലഭിക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി അവർ നല്ലപോലെ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ എന്തെന്ന് പറയുകയാണെങ്കിൽ ഹിറ്റ് ഇഫക്ട്, അതായത് നമ്മൾ പബ്ജിയിൽ വെടിവെക്കുമ്പോൾ ഹിറ്റ് ഇഫക്ട് റെഡ് കളർ ആയിരുന്നു, അത് നമുക്ക് ഇനി റെഡ് കളർ ആയിരിക്കത്തില്ല, അതായത് അത് ഗ്രീൻ കളർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്തെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ഒരു നിശ്ചിത സമയത്തിൽ കൂടുതൽ പബ്ജി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വാർണിംഗ് മെസ്സേജ് വരും. അതായത് നമ്മൾ കുറെ സമയമായിട്ട് നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്കൊരു മെസ്സേജ് വരുമായിരുന്നു. എന്നാൽ ഇനി മുതൽ, അതായത് ഈ പബ്ജി മൊബൈൽ ഇന്ത്യയിൽ നമുക്ക് ഈ മെസ്സേജ് എന്ന് പറയുന്നത് ഒരു അല്പം കൂടി സ്ട്രിക്റ്റ് ആയിരിക്കും വരുന്നത്. അതായത് ഒരു മിനിമം സമയത്തിന് ശേഷം നമുക്ക് ഈ ഗെയിം ഇനി കളിക്കാൻ സാധിക്കും, അതായത് പിറ്റേ ദിവസം മാത്രമേ കളിക്കാൻ സാധിക്കൂ എന്ന് പറയുന്ന ചില മാറ്റങ്ങൾ കൂടി ഈ ഗെയിമിൽ വരുമെന്നാണ് പറയുന്നത്. ഇനി പബ്ജി ഇന്ത്യയിൽ എന്നത്തേക്ക് ഒഫീഷ്യലായിട്ട് വരും എന്ന കാര്യം എടുക്കുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു 2021 ജനുവരിക്കുള്ളിൽ എന്തുമായാലും പബ്ജി ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ